ഹായ്, എല്ലാവർക്കും നാടൻ രുചിയുടെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മീൻ വറുത്തതാണ്. മീൻ വറുത്തതെന്ന് പറയുമ്പോൾ അതിൽ സവാളയും പച്ചമുളകും വേപ്പിലയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു ഫിഷ് ഫ്രൈ ആണ്. വളരെ ടേസ്റ്റിയാണ്, വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. അതിന് സവാള കുറച്ച് കട്ടിയിൽ അരിഞ്ഞെടുക്കണം. പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില. വെളുത്തുള്ളി ആണെങ്കിൽ വെളുത്തുള്ളി നമ്മൾ കഴുകിയിട്ട് തൊണ്ടൊന്നും കളയണ്ട, അല്ലാതെ തന്നെ ഒന്ന് ചതച്ചെടുക്കണം. നമുക്ക് അതിന് തന്നെ മീനൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് നമുക്കത് വറുത്തെടുക്കണം. അപ്പോൾ നമുക്കത് വറുത്തെടുക്കാം. വറുത്തത് മാറ്റി വയ്ക്കാം. നമ്മൾ ആ സെയിം വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആ സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴട്ടിയെടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, നമ്മൾ തൊണ്ടൊന്നും കളഞ്ഞുള്ള അല്ലാതെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം പച്ചമുളക്, പിന്നെ കറിവേപ്പില എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്നത് മിക്സ് ചെയ്യാം. സവാളയൊന്നും നന്നായിട്ട് ഫ്രൈ ചെയ്തൊന്നും എടുക്കണ്ട, ഒരു പകുതി ഫ്രൈ ആയാൽ മതി. പകുതി ഒരു 3/4 ഭാഗം ഫ്രൈ ആയാൽ മതി. അതാണ് അതിൻ്റെ ടേസ്റ്റ്. മീൻ്റെ കൂടെ കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് അതാണ്. അതിലേക്ക് നമുക്ക് അല്പം കുരുമുളക് പൊടി അതും കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ആ വറുത്ത മീനിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അതിൽ ഒന്ന് വഴട്ടി അപ്പോൾ നമ്മളത് നന്നായിട്ട് വഴട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ, നത്തോലി ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റിയുമാണ്. ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റൊക്കെ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ നോക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു കുക്കിംഗ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.